കേരളത്തിലെ ബിജെപിയുടെ ജയം ഗൗരവത്തോടെ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി. ബിജെപിയെ പിന്തുണച്ചവർ ചെയ്തത് ശരിയോ എന്ന് ചിന്തിക്കണം. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പിണറായി വിജയൻ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. മൂന്നാർ ഗ്യാപ്പ് റോഡിലെ സാഹസിക യാത്രയിൽ നടപടി. യുവാക്കൾക്കെതിരെ കേസെടുത്തു. വാഹനം പിടിച്ചെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പിഴവുകൾ പരിശോധിക്കാൻ നടപടിയുമായി കേന്ദ്രം. സുതാര്യത ഉറപ്പാക്കാൻ 7 അംഗ ഉന്നതതല സമിതി രൂപീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. ഡോക്ടർ കെ രാധാകൃഷ്ണൻ സമിതി ചെയർമാൻ. 2 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. കാസർഗോഡ് DCCയിലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ KPCC നടപടി. ആരോപണ വിധേയരായ പ്രവർത്തകരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതായി കണ്ടെത്തൽ. നടപടി 2 അംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ സർക്കാർ നീക്കം. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരെ പുറത്തിറക്കാൻ ആസൂത്രിത ശ്രമം. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പോലീസിന് അയച്ച കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. ഗവർണറെ സമീപിക്കുമെന്ന KK രമ. സർക്കാർ നീക്കം കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം വെള്ളറടയിൽ 13കാരന്റെ മരണത്തിൽ ദുരൂഹത. വെള്ളറട സ്വദേശി അഭിലേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിൽ. പത്തനംതിട്ട മാങ്കുളത്ത് ഗോവണിയിൽ നിന്ന് വീണ് 2 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മാങ്കുളം സ്വദേശി ഷബീർ സജിത ദമ്പതികളുടെ മകൾ